അന്ന് വിരുന്നിന് വന്നപ്പോ അവനിവിടെ ഉണ്ടായിരുന്നു. ഇന്നും അവനിവിടെ ഉണ്ട്. അവനെ കാണാതെ ഞാൻ പോവില്ല. മഹിക്ക് മുഖം കൊടുക്കാതെ അവൻ നടന്നത്. എന്നാൽ ഇന്ന് അവന്റെ മുഖം ഇയാൾ കണ്ടു കഴിഞ്ഞു. ഇനി അവൻ മറിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. സ്വാതി, മര്യാദയ്ക്ക് അവൻ്റെ അടുത്ത് വരാൻ പറ. അറിയോടെ നീ ഇയാളെ? നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? നിനക്ക് ലക്ഷ്മിയെ അറിയോന്നല്ലേ ചോദിച്ചത്? എന്താ ഇയാളൊന്നും പറയാത്തത്? എന്നെ അറിയില്ലേ ഇയാൾക്ക്? എനിക്കറിയില്ല. എന്നാ ഇയാളെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇന്ന് വരെ ഒരാളുടെയും കരണത്തടിച്ചിട്ടില്ല, തന്റെ ഒഴിച്ച്. തന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ തന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചാ എനിക്കെങ്ങനെ ചെയ്യേണ്ടി വന്നത്? ഇവളെ കള്ളോ പറയുന്നേ? കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കേറി വന്നില്ല. അതിനു മുമ്പ് കുടുംബത്തിലുള്ളവരെ തമ്മിൽ തെറ്റിക്കാനാണോ നിന്റെ പുറപ്പാട്? എടി മോളെ, ഞാനും നിന്റെ രണ്ടാനച്ഛനും കൂടെ ഈ ആലോചന കൊണ്ടുവന്നത്. നിന്നെ കമലേശ്വരത്ത് കയറ്റാനുള്ള കാരണം ഞാൻ കൂടിയാണെന്നാ പറഞ്ഞു വന്നത്. എന്നിട്ട് അവസാനം അവിടെ കയറിക്കൂടിയതിനു ശേഷം ഞങ്ങൾക്കൊക്കെ അവിടെ കയറാതിരിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കരുത്. നിങ്ങൾ ഏത് തരക്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കൊക്കെ അറിയാം? അതൊന്ന് പറഞ്ഞേ. എടാ, നിനക്ക് ഇയാളെ പരിചയമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഇയാളുടെ മുമ്പിൽ നിന്ന് മാറി നടക്കുന്നേ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാത്തെന്താ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നീ മുറിക്കകത്ത് കയറി ഒളിച്ചിരുന്ന എന്തിനാ? അത് പിന്നെ കാരണം ഇവരെ പറ്റി കേട്ട കഥകളൊന്നും അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇവരെ കാണണ്ടെന്ന് കരുതി തന്നെ ഞാൻ മാറി നിന്നത്. എന്നാ നീ ഇനി എന്നും മാറി നിന്നോ? കമലേശ്വരത്തെ മിക്ക ബിസിനസ് സ്ഥാപനങ്ങളുടെ മേൽനോട്ടം ഉണ്ണിയെ പോലെ തന്നെ നിനക്കുമുണ്ട്. നാളെ നീ എന്റെ പെങ്ങളുടെ ഭർത്താവായി വരേണ്ടവനായതുകൊണ്ട് അധികാരം കുറച്ച് കൂടുതൽ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അത് ഞാനിങ്ങി തിരിച്ചെടുക്കുക. ഇനി എന്റെ വീടിന്റെയോ സ്ഥാപനങ്ങളുടെയോ 7 അയലത്ത് പോലും നീ വരരുത്. നിന്നെ പരിസരത്ത് പോലും കാണരുത്. ഒരുത്തി പറഞ്ഞ കള്ളങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് ഞങ്ങളെയൊക്കെ തള്ളി പറയാണോ കണ്ണാനി? നിങ്ങളെ ആരെ ഞാൻ തള്ളിക്കളയുന്നില്ല. അമ്മാവനെ അമ്മായി എന്ന നിലയില് നിങ്ങൾക്കും ഇവൾക്കും വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തന്നിരിക്കും. അതിലൊന്നിലും ഒരു കുറവും വരില്ല. പക്ഷെ ഇവനെ പോലൊരുത്തൻ ഇനി എന്റെ കൺമുന്നിൽ വരാൻ പാടില്ല. ഒരു ചതിയനെ കൂടെ കൂട്ടിയാ സർവനാശമായിരിക്കും ഫലം. അതുകൊണ്ട് നീയും ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിക്കുക. മഞ്ജുനെ നീ അങ്ങ് മറന്നേക്ക്. അന്യ പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരാൾ അവക്ക് വേണ്ട. എന്റെ കുടുംബത്തിനും. പാടോ.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.